കേരള സ്റ്റോറി താത്ത എന്ന തമിഴിലിട്ട് ആരിഫ് ഹുസൈൻ ഇറക്കിയ വീഡിയോ എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ? ഇല്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ. പിന്നെന്താ, എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. നിങ്ങളുടെ പഴയ പേരെന്തായിരുന്നു? പഴയ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടുകാർക്ക് ഞാൻ എവിടെയാണെന്ന് അറിയില്ല. അപ്പോ അവര് പ്രശ്നം. പുതിയ പേരെന്താ? ഐഷ. ഈ ആയിഷ എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് ഈ ആളുകളിൽ ഇത്രയും ഞെട്ടലുണ്ടാക്കുന്നത്? എന്താ കാര്യം പറ. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം എന്റെ പൊന്നിയ ചില ആളുകൾക്കൊക്കെ എന്തൊരു പ്രഹസനമാണ്. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. അത് അവിടെ പഠിപ്പിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടം എന്നൊരു രീതി പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരിക്കലും സ്ത്രീയെ കൃഷിയിടവുമായിട്ട് ഉപമിച്ചേക്കുന്നത് സ്ത്രീ വിരുദ്ധതയല്ല. ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തു കൊള്ളുക. കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, പക്ഷേ വാതില് ഒന്നേ ആകാം. മുൻഭാഗത്തു കൂടെയാകാം, പിൻഭാഗത്തു കൂടെയാകാം. വാതില് ഒന്നേ ആകാം. ഓരോ വൃത്തികെട്ട നിയമങ്ങളെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും എനിക്ക് നല്ല ശീലമാ. തീർന്നില്ല, വെറൈറ്റിയാണ്. ചെറിയ മക്കളെ വരെ നിങ്ങൾ ലിഫ്റ്റ് ഇടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വഹിയ സാനിയ, ഓള് വേശ്യയാണെന്നാ പറഞ്ഞത്. ഓൾ ആരാണ്? വലിയ വെടി സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? കൃഷിയിടം എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നു. ഈ വിത്തിനെ പുരുഷന്റെ ബീജമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു നഗ്ന സത്യം കൂടി പറയാനുണ്ട്. ഇന്നലെ രാത്രി എന്റെ വാഹനം ഓടിച്ചത് തെറ്റിപ്പോയി. ചുരുക്കത്തിൽ പറഞ്ഞാൽ പിൻഭാഗത്തൂടെ ആയിരുന്നു ഞാൻ എന്റെ വാഹനം ഇന്നലെ ഓടിച്ചത്. അല്ലാഹുവിന്റെ റസൂല് ഒന്നും മിണ്ടിയില്ല. നിയമം പറയണ്ടേ? അങ്ങനെ പറയാൻ പറ്റും. ആയത്തിറങ്ങി. എന്ത്? സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തു കൊള്ളുക. കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ. ഈ ഒരു പ്രക്രിയയെ ഇതിനും മനോഹരമായിട്ട് പ്രകൃതിയോട് ഇണക്കി എങ്ങനെയാണ് ഉപമിക്കാൻ സാധിക്കുന്നത്? ഇതെന്തോടെ മുത്തുച്ചിപ്പിയുടെ റിവ്യൂ? ചുരുക്കി പറഞ്ഞാൽ പണ്ടൊരു ബുക്ക് ഉണ്ടല്ലോ ചേട്ടാ, മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞേ. എനിക്ക് അത് ഓർമ്മ വന്നേ. എന്താ വെച്ച് കഴിഞ്ഞാ അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? ആ തണ്ടി തൊലി ഇരിക്കാണ് ഉത്തമ, അല്ലാതെ എന്ത് ചെയ്യാ? അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാ അതിനകത്ത് കൊണ്ട് എഴുതി വെക്കാൻ പോയേ? ആൾക്കാരോട് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, പിന്നെ അതിനകത്ത് എന്തിനും എഴുതി വെക്കാൻ പോയി? അത് ആളുകൾ പിന്തുടരും. എന്താ ഞാൻ പറയുമോളൂ, ഇത് അബദ്ധമല്ല മോളെ, ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്. ഇതിനെപ്പറ്റി 100% അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈന് വാത് വെക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ മലയാളം ആർക്കും അറിയൂല. പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, എനിക്ക് അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയില്ലായിരുന്നു. അത് പറയുന്നതിൽ എനിക്ക് നാണക്കേടോ വിഷമോ ഇല്ല. കരയരുത് വിശാലം. പെണ്ണിന് വിരയിളക്കത്തിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നത്. അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നു, സമയം തന്നു, പഠിക്കാനുള്ള അവസരങ്ങളും തന്നു. ഇത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അള്ളാഹുവിന്റെ കിതാബ് വായിക്കാൻ ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ എന്തും മറുപടി പറയും? എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്! ഇത്രയും പ്രായമായില്ലേ, ഇനി തുടങ്ങാൻ വൈകിപ്പോയി എന്ന് കരുതുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിക്കോട്ടെ എന്ന് കരുതി പറയാ. നമുക്ക് ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ. ഖുർആൻ പടച്ചോൻ എന്ന നമ്മുടെ സ്രഷ്ടാവ് അദ്ദേഹം നിർമ്മിച്ചു വിട്ട ഈ സാധനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചിട്ടുള്ള കാറ്റലോഗാണ്, അല്ലെങ്കിൽ യൂസർ മാനുവൽ ആണെന്ന്. അള്ളാഹു എന്ന നിർമ്മാതാവ് തന്റെ സൃഷ്ടികൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ച മാനുവലാണ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ എല്ലാ ഭാഷയിലും ഓരോ കോപ്പി ഇറക്കണം. അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമൊന്നല്ല. നിങ്ങൾ പറയാം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ പിന്നെയും ചെറുതാക്കാണ്. കാരണം ഒരു കുൻ അങ്ങോട്ട് വെച്ച് കാച്ചാൽ മതി. കുൻ ഉറക്കനായിട്ട് വെച്ച് കാച്ചിയാൽ എന്തും സാധ്യമാകുന്ന ആളാണ് പഠിച്ചോൻ. അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എന്റെ ഈ കാറ്റലോഗിന്റെ ഒരു കോപ്പി വരട്ടെ കുൻ എന്നാണ് പറഞ്ഞാൽ പോലെ. അറബി ഭാഷയിൽ അറബികൾക്ക് ഒരു കാറ്റലോഗ് കൊടുത്തയച്ചിട്ട് ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും അറബി ഭാഷ പഠിച്ചിട്ട് ഇതിന്റെ കാറ്റലോഗ് വായിച്ചിട്ട് വേണം ജീവിക്കാൻ എന്ന് നമ്മളോട് നിർദ്ദേശിക്കുന്നുവെങ്കിൽ അത് സെൽഫ് ഗോളാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്നാ പിന്നെ ഞാൻ
മറ്റേ എടുക്കട്ടെ ഏത് ഇസ്ലാം എന്നത് സമാധാനത്തിന്റെയും വ്യക്തമായ നിയമങ്ങളുടെയും മതമാണ്. ഈ സമാധാന മതത്തിലുള്ള ആൾക്കാരെ എങ്ങനെ ടെററിസ്റ്റ് ആവണത്? അത് പോയിന്റ്. പീസ്ഫുൾ മതമായിട്ടല്ലേ നിങ്ങൾ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്? നമ്മുടെ കോയക്കുളിങ് നടത്തുന്ന ആരിഫിക്കല്ലേ? അതെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഹാർദിക പിന്നെ സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഏത് ഭാഗത്താ? നോക്കിക്കോളൂ. അതെന്താ പാപ്പച്ച അങ്ങനെ? ഇത് നല്ല ചോദ്യം. സ്വന്തം മോള്, മോന്റെ മോള്, മോളെ മോള് ആ കീപ്പട്ട് എത്ര പോയാലും മണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാ ഇസിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. എല്ലാം വിശദമായിട്ട് പറയണം. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. അടിപൊളി. കെട്ടലാലാണ്, ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ നുത്തുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നുത്തുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ നുത്തുവത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഭയങ്കര വിശ്വാസമൊക്കെ ആയിരുന്നു, പക്ഷെ എന്റെ മകൾ അതിലും വലിയ വിശ്വാസിയായിരുന്നു. അങ്ങനെ അവളെ ഒരു ദിവസം പത്തവൽ മൊഴി എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു. പത്തവൽ മൊഴി വായിച്ചപ്പോ അതിലുണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ ഭാര്യയും ഭർത്താവും നിക്കാഹ് ചെയ്യാതെ കല്യാണം കഴിച്ച, ഒരാണും പെണ്ണും നിക്കാഹ് ചെയ്യാതെ കല്യാണം കഴിച്ചാല് പിന്നെ ആയിലുണ്ടാവുന്ന കുട്ടീനെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇവർക്കില്ല പോലും, അവർക്ക് പുരുഷനില്ല പോലും. മാത്രമല്ല അത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാനുള്ള പെർമിഷനും ഇല്ലല്ലോ. ആ കുട്ടീനെ ഇയാൾക്ക് യൂസ്, അതായത് ആ കുട്ടി ഇയാളുടെ ഇയാൾക്ക് കല്യാണം കഴിക്കാം. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. ഇവിടെ എന്നോട് ഇത് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് കരഞ്ഞു. എന്നോട് പറഞ്ഞു, അമ്മ ഈ കുട്ടി എന്ത് കഴിച്ചു എന്നോട് ചോദിച്ചു. കാരണം ഒരു ആണും പെണ്ണും ഇങ്ങനെ മനുഷ്യൻ ഏതെല്ലാം സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പൊ ഈ കുട്ടിക്ക് എന്തായാലും ഇതുള്ളതെന്ന് ചോദിച്ചാൽ എന്നോട് കാര്യം. അപ്പൊ എനിക്ക് പ്രസവത്തിന് നിൽക്കുന്ന ജോലിയാണ്. ഞാൻ 21 വർഷമായി. അപ്പൊ ഞാൻ അറിയാൻ പറയുന്ന ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ഉള്ള ഉമ്മാനോട് ചോദിച്ചു, ഇങ്ങനെ എന്റെ മോള് പറഞ്ഞിട്ടായിരുന്നു, ഇത് ശരിക്ക് ഉള്ളതാണോ? അപ്പൊ അവര് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹാജർ എന്നാലും പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഉമ്മേനെ പിന്നെ ഒരുപാട് വർഷം കല്യാണം കഴിയാതെ ഇങ്ങനെ നിന്നു. അപ്പൊ ആരോ വന്നിട്ട് ഗർഭിണിയാക്കിയപ്പോ പള്ളി കമ്മിറ്റി ഇടപെട്ടിട്ട് കല്യാണം കഴിപ്പിച്ചു. സ്വാഭാവികം. അപ്പൊ ഈ കുട്ടി നിക്കാഹ് കഴിഞ്ഞതിന് മുമ്പ് ഉണ്ടായ കുട്ടിയാണല്ലോ. അപ്പൊ ഇയാള് നോക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഈ കുട്ടീനെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചപ്പോ പള്ളിയിൽ ആരോ ഒന്നാ കൈ കൊടുത്ത, ഉപ്പല്ല കൊടുത്തെന്ന്. അപ്പൊ അയാള് കൈ കൊടുത്തിട്ടില്ല. നിക്കാഹിന് കൈ കൊടുക്കൂലേ, അയാള് കൈ കൊടുത്തില്ല പോലും. പിന്നെ ആ കുട്ടിയാളുടെ ഇല്ലാന്നുള്ള ഒരു ഇതില്. അപ്പൊ പിന്നെ എന്നോട് മോള് പറഞ്ഞു, മഴന്ന് പറഞ്ഞ ഓരോരുത്തരുടെ മനസ്സിലും ഇങ്ങനെ അടിയുറച്ച് പോയ കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരും വിമർശിക്കാനോ ഒന്നിനും പോകണ്ട. നമ്മൾ അറിഞ്ഞ കാര്യം നമുക്ക് മനസ്സിൽ വെച്ചാൽ മതി. ഇതൊരു സത്യത്തിലൊരു ഗോത്രത്തിന്റെ മതമാണ്. ഒരു പണ്ട് ഗോത്രങ്ങളല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ ഖുറൈശി ഗോത്രം എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന്റെ നേതാവാണ് ശരിക്കും മുഹമ്മദ് എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, ആരോട് പറയാൻ പോണ്ടെന്ന് വെച്ചാൽ അവള് തിരിച്ച് അങ്ങോട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഇങ്ങനെ ഹാർപ്പിക്കുന്ന ആളുകൾ വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് ഇപ്പൊ മനസ്സിലായിട്ടോ. ഈ ഹാർപ്പിക്ക് വെച്ചിട്ടേ ക്ലോസറ്റ് ഒന്ന് ചെയ്താൽ മതി, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഇനി അടുത്ത തൂവലിന് കാണാം.